വെൽക്കം ടു സ്റ്റോറി മങ്ക്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ ഒരു കോണിൽ എല്ലാ കാലത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. NSSൻ്റെ പൊതു രാഷ്ട്രീയ നിലപാട് സമദൂരമാണ് എന്ന് എക്കാലത്തും പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളോടെടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിൽ, വിവിധ രാഷ്ട്രീയ നേതാക്കളോടെടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിൽ ഒക്കെ പല സംശയങ്ങൾക്കും കാരണമാകാറുണ്ട് ജി സുകുമാരൻ നായരുടെ വാക്കുകൾ. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നുമുണ്ട്. BJPയുമായി NSSനുള്ള ബന്ധം, അതിൽ NSSലേക്ക് കടന്നു കയറാൻ BJP നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ജി സുകുമാരൻ നായർ നടത്തുന്ന ശ്രമങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുമായി NSS ജനറൽ സെക്രട്ടറിക്കുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഉലച്ചിലുകൾ മറുഭാഗത്ത്. VD സതീശനെ കാണാൻ, മുഖ്യമന്ത്രിയെ കാണാൻ സന്ദർശനാനുമതി ചോദിച്ചുവെന്നും അദ്ദേഹം അതിന് അനുമതി തന്നില്ല എന്നും NSS ജനറൽ സെക്രട്ടറി പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു NSS ജനറൽ സെക്രട്ടറിയുമായി നേരിട്ട് സംസാരിച്ചു, തന്നെ വന്ന് കാണുന്നതിൽ തടസ്സമില്ല, അതിന് അനുമതി അദ്ദേഹം നൽകുകയും ചെയ്തു, എന്നാൽ അദ്ദേഹം വരികയുണ്ടായില്ല എന്ന്. അങ്ങനെ വീണ്ടും വിവാദങ്ങളുടെ, എക്കാലവും എന്നതുപോലെ ഇപ്പോഴും വിവാദങ്ങളുടെ നടുവിൽ നിൽക്കുന്നു NSS ജനറൽ സെക്രട്ടറി. പക്ഷേ നമുക്ക് ആദ്യം BJPയുടെ കാര്യം എടുക്കാം. കേരളത്തിലെ വിവിധ ഹൈന്ദവ സമുദായ സംഘടനകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രം BJP ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ SNDPയിലേക്ക് കടന്നു കയറുക എന്നുള്ളതിന് LK അദ്വാനി ഉപപ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറേ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. NSSലേക്ക് കടന്നു കയറാനുള്ള ശ്രമവും കുറേ കാലമായിട്ടുണ്ട്. അതുപോലെ ഇതര ഹൈന്ദവ സംഘടനകൾ, സമുദായ സംഘടനകളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായിട്ടാണ് പല ഘട്ടങ്ങളിൽ പല ശ്രമങ്ങൾ BJP നടത്തിയിട്ടുള്ളത്. അതിലൊന്ന് NSS തന്നെ വഴങ്ങിയോ എന്ന് നമുക്ക് സംശയം തോന്നിയൊരു ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ പ്രായപരിധിയില്ലാതെ സ്ത്രീ പ്രവേശനം വന്നപ്പോൾ അതിനെതിരായ സമരത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ, ഈ നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകാൻ NSS ജനറൽ സെക്രട്ടറി തന്നെ പെരുന്നയിലെ ആസ്ഥാനത്തിൻ്റെ മുമ്പിൽ വന്നു നിന്ന് ഈ നാമജപ ഘോഷയാത്ര കണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോൾ BJPയുടെ അജണ്ടയ്ക്ക് NSS കൂട്ടുനിൽക്കുകയാണോ എന്നുള്ള സംശയം അക്കാലത്ത് ഉയർന്നിരുന്നു. അത് വലിയ തോതിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJPയുടെ നേതാവായിരുന്ന ഉപരാഷ്ട്രപതിക്ക് NSS ആസ്ഥാനത്ത് സന്ദർശനാനുമതി നൽകാതിരിക്കുക എന്നുള്ള ഒരു നൽകാതിരുന്നതിനെ ചൊല്ലി ഇപ്പോൾ പുതിയൊരു വിവാദം ഉടലെടുത്തിട്ടുണ്ട്. അത് ഉപരാഷ്ട്രപതി തന്നെ തുടങ്ങി വയ്ക്കുന്നു. കേരളത്തിൽ നിന്നുള്ള MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അതിനെ ഏറ്റുപിടിക്കുന്നു. അതിന് അതിനിശിതമായ മറുപടി NSS ജനറൽ സെക്രട്ടറി നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമുക്ക് തുടങ്ങാം. അതിനുശേഷം നമുക്ക് പെരുന്നയിലേക്ക് കടന്നു കയറുക, NSSനെ കൂടെ നിർത്തുക എന്നത് കേരളം പിടിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഒരു വളരെ ക്രൂഷ്യലായ ത്രഷോൾഡായി രണ്ടു കൂട്ടരും കണക്കാക്കുന്നുണ്ടാവണം. തിരുവനന്തപുരത്തെ അധികാരവും പെരുന്നയും തമ്മിലുള്ള ദൂരമാണ് പക്ഷേ NSSൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ കേരളം BJP ഭരിക്കും എന്ന കാലം എത്തുന്ന കാലം വരെ ഒരുപക്ഷെ NSS ഈ നിലപാട് തന്നെ തുടരുക എന്നതായിരിക്കും സംഭവിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. NSSൻ്റെ കാര്യത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലും NSSനെയും NSSൻ്റെ ജനറൽ സെക്രട്ടറിയെയും വിമർശിക്കുമ്പോൾ പോലും NSS ആണ് യഥാർത്ഥത്തിൽ BJPയുടെ ഈ അജണ്ടയെ വളരെ ശക്തമായി ചെറുത്തു നിന്ന ഒരു സംഘടന എന്ന് പറയാം. ഒരു ലീനിങ് വെച്ച് നോക്കിയാൽ NSS ആണ് അങ്ങോട്ട് ആദ്യം പോകേണ്ടത്. NSSുമായാണ് അവർക്ക്, അല്ലെങ്കിൽ നായർ സമുദായവുമായാണ് ഒരു കുറെ കൂടി അടുത്ത ബന്ധമുള്ളത്. നായർ സമുദായത്തിൻ്റെ ഒരു സംഘടന എന്ന നിലയിൽ NSS അപ്പുറത്തേക്ക് ഒരു സംഘപരിവാർ പക്ഷത്തേക്ക് NSS മൂവ് ചെയ്താൽ അത് NSSനെയോ നായർ വിഭാഗത്തെയോ മാത്രം ബാധിക്കുന്ന കാര്യമാവില്ല. കേരളത്തിൽ അന്തരീക്ഷം പൊതുവായി BJPക്ക് അനുകൂലമായി മാറും. പക്ഷേ NSS ഇക്കാലം അത്രയും അതിനെ ചെറുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പക്ഷേ ജി സുകുമാരൻ നായർ കാലം മുതൽക്കല്ല, അതിനു മുമ്പും തന്നെ ചെറുത്തിട്ട്. പിന്നെ NSSൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നതും അതാണ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം പെരുന്നയിലേക്ക് കടന്നു കയറുക എന്നത് അവരുടെ വളരെ ദീർഘകാലമായിട്ടുള്ള അജണ്ടയാണ്. അതിനെ വളരെ ബ്യൂട്ടിഫുള്ളായി തന്നെ, ദീർഘകാലമായിട്ടുള്ള അജണ്ട എന്ന് പറയുമ്പോഴേ ഈ R ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കുന്ന കാലം മുതൽ തുടങ്ങുന്ന ഒരു അജണ്ടയാണത്. കാരണം അത് RSSൻ്റെ സൈദ്ധാന്തിക നേതാക്കൾ ഇവിടെ വന്ന് ഈ രണ്ട് നേതാക്കളെയും കണ്ട് സംസാരിച്ച് അതിൻ്റെ തുടർച്ചയിലാണ് ഹിന്ദു മഹാമണ്ഡലം എന്നൊരു നായരീഴ ഐക്യം എന്ന ഒരു പ്രൊപ്പോസിഷൻ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അത് നടന്നില്ല.
അത് മുന്നോട്ട് പോയില്ല. അതിനുശേഷം NSSന് മാത്രമായി അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ മുൻകൈയിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടി അധികാരത്തിലേക്ക് വരുന്ന MLA മാരെ സൃഷ്ടിക്കുന്നു. പക്ഷേ ആ പാർട്ടിയും ഇല്ലാതായി പോവുകയും ചെയ്തു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സംഘപരിവാർ കേരളം ഭരിക്കും എന്ന ഒരു കാലം എത്തുന്നത് വരെ ഒരു പക്ഷേ NSSൻ്റെ നിലപാട് ഇത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ വേഗത്തിലാക്കാനുള്ള NSSനെ കൂടെ നിർത്തുക എന്ന പ്രക്രിയ അല്ലെങ്കിൽ തങ്ങളോട് ചേർക്കുക എന്ന പ്രക്രിയ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ RSSൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മറുപക്ഷത്ത് NSSനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലുള്ള കാര്യങ്ങളെക്കാൾ അല്ലെങ്കിൽ ഡൽഹിയിലെ കാര്യങ്ങളെക്കാൾ ഡൽഹിയിലെ സ്വാധീനത്തെക്കാൾ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ സ്വാധീനമാണ്. അത്രയും ലളിതമായ അത്രയും ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ഏത് മുന്നണിയോ ഏത് കക്ഷിയോ അവരുമായിട്ടുള്ള ബന്ധം അത് നല്ല രീതിയിൽ നിലനിർത്തുക, നല്ല രീതിയിൽ നിലനിർത്തുക എന്നതാണോ? അപ്പോൾ അതൊരു മുന്നണികൾക്കനുസരിച്ചും പാർട്ടികൾക്കനുസരിച്ചും അതിൽ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ LDF അധികാരത്തിലിരിക്കുമ്പോൾ NSSന് ഈ ചൊറിച്ചിലധികം വരാറില്ല. അപ്പോൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാട്ടകം ഗസ്റ്റ് ഹൗസിൽ ജനറൽ സെക്രട്ടറി പോയി കാണാൻ ശ്രമിച്ചത് ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നു. അദ്ദേഹം ആ അപ്പോയിൻമെൻറ്റ് നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ സുകുമാരൻ നായരെ കാണാൻ അവിടെ എത്തുന്നു. പക്ഷേ സുകുമാരൻ നായർ കുറച്ച് നേരത്തെ എത്തി, 3/4 മണിക്കൂറോ മറ്റോ നേരത്തെ എത്തി. പക്ഷേ ആ 3/4 മണിക്കൂർ നേരം അദ്ദേഹത്തിന് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പറഞ്ഞ സമയത്ത് പിണറായി വിജയൻ ഇദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തുന്നു. ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നിശ്ചയിച്ച് കൃത്യസമയം പാലിച്ച് അദ്ദേഹം പോകുന്നു. പക്ഷേ മുൻഗണന കിട്ടണം എന്ന സുകുമാരൻ നായരുടെ ആഗ്രഹം LDFൻ്റെ കാലത്ത് നടക്കാറില്ല. അതല്ലെങ്കിൽ അതാണ് LDFൻ്റെ നിലപാടായി ഒരു പൊസിഷനായി അതിൽ വരുന്നത്. NSSും അതിലപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നില്ല. തങ്ങളുടെ സർക്കാരാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലുള്ളത് എന്ന ചിന്ത സാധാരണഗതിയിൽ NSSന് LDF ഭരണത്തിലിരിക്കുമ്പോൾ തോന്നാറില്ല. എന്നാൽ ഒരു കോൺഗ്രസ് സർക്കാർ വരുമ്പോൾ അതതിൻ്റെ ചരിത്രമൊക്കെയായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ എൻ്റെ കുട്ടിയാണല്ലോ അവിടെ ഉള്ളത് എന്ന തോന്നൽ NSS ജനറൽ സെക്രട്ടറിക്ക് ഏത് കാലത്തുള്ള ജനറൽ സെക്രട്ടറിമാർക്കും വരാറുണ്ട്. സതീശൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ പക്ഷേ സതീശൻ നേരെ തിരിച്ചൊരു പൊസിഷനും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ നല്ല നായർ ഞാനാണ്, അല്ലെങ്കിൽ നായർ സമൂഹത്തിലേക്ക് എനിക്ക് നിങ്ങളുടെ ഇടനില ആവശ്യമില്ല എന്നൊരു പൊസിഷനിങ് സതീശൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് സതീശൻ സത്യപ്രതിജ്ഞ ചടങ്ങിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിലും MLA എന്നുള്ള സത്യപ്രതിജ്ഞ ആണെങ്കിലും ഞാൻ ദാമോദര മേനോൻ്റെ മകനാണ്, അതായത് എൻ്റെ സമുദായം എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മേനോനാണ് എന്ന് പരസ്യമായിട്ട് പറയാൻ അതുണ്ട്. ആ സത്യപ്രതിജ്ഞ ചടങ്ങിലെ സെൻറ്റൻസിങ് അങ്ങനെയായിരുന്നു. അതല്ലാതെ തന്നെ ഇപ്പോൾ എല്ലാ സമുദായ സംഘടനാ നേതാക്കൾക്കും ആക്സസിബിളായ മുഖ്യമന്ത്രിയാണ് ഞാൻ എന്ന് VD സതീശൻ പറയുന്നുണ്ട്. അത് പൊതുവെ UDFൻ്റെ മുഖ്യമന്ത്രിമാരുടെ ഒരു പൊസിഷനാണ്. സമുദായ സംഘടനകളുടെ നേതാക്കളെ മാറ്റി നിർത്തുകയോ അകറ്റി നിർത്തുകയോ അവർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയുള്ള അങ്ങനെ ഒരു മുഖ്യമന്ത്രി അല്ല. അങ്ങനെയല്ല UDFൻ്റെ മുഖ്യമന്ത്രിമാർ സമുദായ സംഘടനാ നേതാക്കളെ അങ്ങോട്ട് പോയി കാണുന്നു. ഇവിടെ ഈ സതീശനും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. സതീശൻ മറ്റെല്ലാ സമുദായ സംഘടനാ നേതാക്കളെയും ഒരു സ്വാഗതം ചെയ്യുന്ന മൂഡിൽ തന്നെയാണുള്ളത്. എന്നാൽ NSSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ആശ്രിതനല്ല എന്ന ഒരു ധ്വനി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സതീശൻ ശ്രമിക്കുന്നത് പോലെ അത് ഈ കോൺഗ്രസുമായി നമ്മൾ ഈ BJPയിൽ നിന്ന് ഈ കോൺഗ്രസിലേക്ക് വരുമ്പോൾ NSS BJPയെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ അവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നായരിയുടെ വായിക്കം വീണ്ടും ഉയർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വരികയും അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതിനിധിയായിട്ട് BDJS NDA ഘടകകക്ഷിയായ BDJSൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റോ മറ്റോ ആയിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ അയക്കാൻ തീരുമാനിക്കുമ്പോൾ അതിങ്ങോട്ട് വരേണ്ടതില്ല, അദ്ദേഹം NDA ഘടകകക്ഷിയുടെ നേതാവാണ്, ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകൂടിയാണ് സുകുമാരൻ നായർ. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു കോഷൻ NDAയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ BJP ബന്ധത്തിൻ്റെ കാര്യത്തിൽ സുകുമാരൻ നായർ എടുക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിർത്താം നമുക്ക്. അതിൻ്റെ കൂടെ ഇപ്പോൾ ബഷീർ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഈ സതീശനുമായിട്ടുള്ളൊരു പ്രശ്നം, അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലെ പ്രിഫറൻസുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ആ പ്രശ്നം എന്ന്. തീർച്ചയായിട്ടും സതീശനായിരുന്നില്ല NSSൻ്റെ മുഖ്യമന്ത്രി, മനസ്സിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. സ്വാഭാവികമായും ഒബ്വിയസ്ലി അത് രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പ് ഒരുപക്ഷെ അവർ ശശി തരൂരിനെ പോലും അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടാകും. പക്ഷേ സതീശൻ NSSൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ അല്ല മുഖ്യമന്ത്രി അവരുടെ ചിന്തയിലുള്ള മുഖ്യമന്ത്രി ആയിരുന്നില്ല.
തിരിച്ചുമുണ്ടായിരുന്നില്ല. അതായത് NSSൻ്റെ ഒരു പിന്തുണയിൽ അതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയായി ഉയർത്തി വെച്ച്, അല്ലെങ്കിൽ NSSൻ്റെ പിന്തുണ ആദ്യം ഉറപ്പാക്കി അതിനെ ബേസ് ചെയ്ത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്ന പരിപാടി സതീശനും എടുത്തില്ല. ആ രണ്ടു പേർക്കും അവരവരുടെ പൊസിഷനിൽ ന്യായമുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ്. അപ്പോൾ ഈ ഈ പ്രിഫറൻസിലുണ്ടായ മാറ്റം, ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ള മറ്റുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. അതൊരു പരിധിവരെ അംഗീകരിക്കപ്പെട്ടതുമാണ്. അതിൻ്റെ തുടർച്ചയിൽ എന്നെ ഒരു എന്താ പറയുക നായരാക്കി എന്ന് രമേശ് ചെന്നിത്തല പരസ്യമായിട്ട് പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ NSSൻ്റെ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ NSSൻ്റെ ഒരു പ്രിഫറൻസ് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടി ഉണ്ടോ സതീശിൻ്റെ കാര്യത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വലിയ തോതിൽ ചർച്ചയായത് ഈ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ ഞാൻ പോവില്ല എന്ന മറ്റുള്ള സതീശൻ്റെ പ്രസ്താവനയും അതിന് സുകുമാരൻ നായരുടെ മറുപടിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്നിരുന്ന് നിരങ്ങിപ്പോയ ആളാണ് സതീശൻ എന്നുള്ള മട്ടിൽ സുകുമാരൻ നായർ നടത്തിയ മറുപടിയും. ഇങ്ങനെ ഈ രണ്ട് ഒരു സമുദായ നേതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു വലിയ ഉയർന്ന പൊളിറ്റീഷ്യനും തമ്മിൽ നേരത്തെ മുതലുണ്ടായ ഒരു തർക്കത്തിൻ്റെ തുടർച്ച ഇപ്പോഴും തുടരുന്നു എന്ന് വേണം. മുഖ്യമന്ത്രിയാവുകയും പുതിയ സർക്കാർ വരികയും ചെയ്തതിന് ശേഷം അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സതീശൻ്റെ പൊസിഷൻ അക്കാര്യത്തിൽ വളരെ ക്ലിയറാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരുടെ പിന്തുണ ഉറപ്പാക്കാനായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങുക എന്നത് ഞാൻ ചെയ്യുന്നില്ല. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം താൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, ഏത് സമുദായ നേതാവിനും തൻ്റെ അടുത്ത് വരികയോ താൻ അങ്ങോട്ട് പോവുകയോ ചെയ്യും എന്ന പൊസിഷൻ വളരെ കൃത്യമാണ്. പക്ഷേ ഇതൊരു തുടക്കമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഘട്ടത്തിലും UDF അധികാരത്തിലിരിക്കുന്ന ഏത് ഘട്ടത്തിലും ആ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരും. NSSുമായുള്ള ബന്ധം, അല്ലെ സമുദായ സംഘടനകളുമായുള്ള ബന്ധം എന്ന മട്ടിൽ അത് ഉയർന്നു വരികയും അത് കോൺഗ്രസിലേക്ക് പടരുകയും കോൺഗ്രസിലെ ഈ റീഷഫ്ലിംഗ് പോലെ അത് ബാധിക്കുകയും ചെയ്യുക എന്നാണ്. അതെവിടെയാണ് തുടങ്ങുന്നത് എന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് ഉയർന്നു വരും. സുകുമാരൻ നായർ വളരെ സമർത്ഥമായിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്തു വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ സുകുമാരൻ നായർ ഇത് പറയുന്ന ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം RV ബാബു, ശശികല, അതായത് ഹിന്ദു ഐക്യവേദിയുടെയോ ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഭാഗമായി നിൽക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ പ്രതിനിധികൾ കൂട്ടത്തോടുകൂടി ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിൻ്റെ തൊട്ടു പുറകെയാണ് NSS ജനറൽ സെക്രട്ടറി ഇത് പറയുന്നത് എന്നുള്ളതും കൂടെ വളരെ പ്രധാനപ്പെട്ട അതൊരു ഫോട്ടോപ്പായി മാറുകയും അതിൻ്റെ ഫോട്ടോകളൊക്കെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പോയി കണ്ടത്, മുഖ്യമന്ത്രിയെ കണ്ടത് വലിയൊരു കുറ്റമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നില്ല. അവരുടെ വിഷലിപ്തമായ വാക്കുകൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുറിവുകളുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അതിനെതിരെ കഴിഞ്ഞ സർക്കാരും അവരെ കാണുന്നതിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഇവരുടെ വിഷലിപ്തമായ വാക്കുകൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടും അത് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. അത് കണ്ടതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ സുകുമാരൻ നായർ അവിടെ ഒരു പഴുത് കാണുന്നുണ്ട്. കാരണം NSSനെ പോലെ BJPയുടെ രാഷ്ട്രീയ അജണ്ടയെ അകറ്റി നിർത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായ സംഘടനയുടെ നേതാവിനെ കാണാൻ അവസരം നൽകാതെ മുഖ്യമന്ത്രി ഈ ഹിന്ദുത്വ ആശയവാദികളുടെ കൂട്ടായ്മയെ കാണാൻ സമയം കൊടുക്കുകയും അതൊരു ഫോട്ടോ ഓപ്പാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ NSS ജനറൽ സെക്രട്ടറിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പക്ഷേ സതീശന് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് എനിക്ക്. കാരണം വെച്ചാൽ സതീശൻ മുൻകാലത്ത് അദ്ദേഹം പ്ലേസ് ചെയ്തിരുന്നൊരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ടായിരിക്കും ഇനി സതീശനെ ഒരു കോൺഗ്രസിലെ രാഷ്ട്രീയം എല്ലാ കാലത്തും അതിലെ മാറ്റങ്ങൾ, അതിലെ അണ്ടർ കറൻസ് ആദ്യം രൂപപ്പെടുന്നത് പെരുന്നയിലോ അല്ലെങ്കിൽ അത്തരത്തിലാണ്. സമുദായ സംഘടനകളിലൂടെയോ സമുദായ സംഘടനകളുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളിലൂടെയോ ഒക്കെയാണ് ഇത് പ്രതിഫലിച്ച് തുടങ്ങുക. കോൺഗ്രസ്സിനകത്തൊരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു ഭരണം നിലനിൽക്കെ തന്നെ ഒരു ഇൻറ്റേർണലായ ചേഞ്ചസിലേക്കൊക്കെ പോകുന്ന വിധത്തിൽ എല്ലാ കാലത്തും UDF അധികാരത്തിലിരിക്കുമ്പോൾ പല തവണ മുഖ്യമന്ത്രിമാർക്ക് മാറ്റമുണ്ടാകുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരെ അഴിച്ചു പണിയുന്നു, മന്ത്രിസഭയെ അഴിച്ചു പണിയുന്നു. ഈ വിധത്തിലുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും സംഭവിക്കും. അതിൻ്റെ തുടക്കം, ആ ഒരു മൊമെൻറ്റം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആദ്യ നീക്കം
അനക്കം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഈ NSSുമായൊക്കെ ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിൽ. അതിപ്പോൾ രാജീവ് നേരത്തെ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിലേക്ക് താക്കോൽസ്ഥാന വിവാദത്തിൽ, 5ാം മന്ത്രി ഈ വിവാദങ്ങൾ, ഇതിലെല്ലാം അത് നമുക്ക് കാണാൻ, ആന്റണിയുടെ കാലത്തും കരുണാകരൻ്റെ കാലത്തും ഒക്കെ അതുണ്ട്. അപ്പോൾ അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. സമാധിയിൽ പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെരുപ്പിട്ട് കയറി എന്ന് പറഞ്ഞ വലിയ വിവാദം ഉണ്ടാവുകയും കേരള രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തത് അവിടെ നിന്നാണ്. ആ സമാധിയെ പ്രതി ഞങ്ങൾ കുറെ കൂടി പരിഗണന അർഹിക്കുന്നവരാണ് എല്ലാ വിഭാഗത്തിൽ നിന്നും എന്ന ഒരു മെസ്സേജാണ് NSS കൊടുക്കാൻ ശ്രമിക്കുന്നത്. അത് BJPയോടാണെങ്കിലും കോൺഗ്രസിനോടാണെങ്കിലും VD സതീഷിനോടാണെങ്കിലും തങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവരാഗ്രഹിക്കുന്ന റെസ്പെക്റ്റ് ആണോ, ബഹുമാനമെന്നാണോ, അല്ലെങ്കിൽ പരിഗണന എന്നാണോ അത് പറയേണ്ടത്? ഞങ്ങളെ ഗൗനിക്കുന്നില്ല വേണ്ട വിധം എന്ന ഒരു പരാതിയാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്നത്. ഞങ്ങളെ ഗൗനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കാണാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഈ സമൂഹത്തിലെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അതിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങൾ, അതിൻ്റെ സമുദായമാണിത്, അതിൻ്റെ നേതൃത്വമാണ്, അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് ഞാൻ, അതിൻ്റെ ആസ്ഥാനമാണ് പെരുന്ന, അതിനെ വേണ്ട വിധം ഗൗനിക്കുന്നില്ല എന്നുകൂടിയാണ് സുകുമാരൻ നായർ പറയുന്നത്. ആ ജാതി മേൽക്കോയ്മയുടെ ഒരു ഘടകം കൂടി അവിടെ പരമ്പരാഗതമായി NSSന് ഈ അധികാര വ്യവഹാരങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിഗണന കിട്ടാതിരിക്കരുത്, അത് ആര് വന്നാലും കിട്ടാതിരിക്കരുത് എന്നതാണ്. അത് LDF ആകുമ്പോൾ അതൊരു രാഷ്ട്രീയ ചർച്ചയായി, അതല്ലെങ്കിൽ ഒരു പരസ്യമായ വിവാദമായി അത് പുറത്തേക്ക് വരില്ല. LDFൻ്റെ അപ്രോച്ച് അക്കാര്യത്തിൽ അങ്ങനെയാണ്. LDF ഇരിക്കുമ്പോൾ ഈ തരത്തിൽ തുറന്ന് സംസാരിക്കാൻ NSSനും അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കും അങ്ങനെ തോന്നാറുമില്ല. പക്ഷേ UDF ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സംഭവിക്കാറുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു 5 വർഷത്തിൻ്റെ കാലഗണന എടുത്താൽ ഇത് വളരെ നേരത്തെയാണ് ഇതിൻ്റെ സിഗ്നൽസ് കണ്ടു തുടങ്ങുന്നത് എന്നാണ്. റൈറ്റ്. അവസാനം നമ്മൾ തിരിച്ച് BJPയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു. സ്വാഭാവികമായും കേരളത്തിലെ ഇതര ഹിന്ദു സംഘടനകളിലേക്കൊക്കെ, പ്രത്യേകിച്ച് NSSലേക്കൊക്കെ കുറെ കൂടെ എളുപ്പത്തിൽ കടന്നു കയറാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് നടക്കാതെ പോയി എന്നുള്ളതിൻ്റെ ഒരു നിരാശയിലാണോ ഈ ഡൽഹിയിലൊരു മന്നം സ്മാരകം ഉണ്ടാക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനത്തിന് ഇവിടെ കയറാൻ സാധിക്കാതെ പോയ ഉപരാഷ്ട്രപതിയെ വിളിക്കുന്നു, ഉപരാഷ്ട്രപതി അവിടെ ചെന്ന് ഉപരാഷ്ട്രപതിയുടെ ഒരു പദവിക്ക് ചേരാത്ത വിധത്തിൽ, പ്രത്യക്ഷമായ വിധത്തിൽ രാഷ്ട്രീയം പറയുന്നു. ഇതൊക്കെ ഒരു ഈ നിരാശയുടെ ബാക്കിയായിട്ടാണോ BJPയുടെ? തീർച്ചയായിട്ടും നിരാശയുടെ ബാക്കി എന്നല്ല, അവരുടെ എഫർട്ടിൻ്റെ തുടർച്ചയാണ്. പക്ഷേ രാജീവ് നേരത്തെ പറഞ്ഞല്ലോ, ഓർഗാനിക്കായ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഒന്നുകിൽ അവർ തന്നെ, അതല്ലെങ്കിൽ അല്ലാതെയുള്ള മാറ്റങ്ങൾ വരും എന്ന മട്ടിൽ സുരേഷ് ഗോപി സംസാരിച്ചു എന്ന്. യഥാർത്ഥത്തിൽ ആ ഒരു ഫ്രസ്ട്രേഷനാണത്. അത് ഒരു കുറെ കൂടി സമ്മർദ്ദപ്പെടുത്തി NSSനെ മാറ്റിയെടുക്കേണ്ടി വന്നാൽ അതുപോലും ചെയ്യും എന്ന ഒരു ധ്വനി കൂടി അതിലുണ്ട്. എനിവേ, ഇതുവരെയുള്ള NSSൽ നിന്ന് ഏറ്റവും ബോൾഡായ നീക്കം അല്ലെങ്കിൽ ഒരു നിലപാട് എന്ന് പറയാവുന്നത്, RSSന് കയറി നിരങ്ങാൻ മന്നം സമാധിയെയും പെരുന്നയെയും NSS എന്ന സംഘടനയെയും വിട്ടുകൊടുക്കില്ല എന്ന NSSൻ്റെ ഒരു തീരുമാനം. അത് വളരെ ബോൾഡായൊരു തീരുമാനം ചരിത്രപരമായി തന്നെ അവരെടുത്തിട്ടുണ്ട് എന്നതിനെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതിൽ വലിയ വിട്ടുവീഴ്ച ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും ചെയ്യാൻ സാധ്യതയില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI, ഇത്തരം സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ പുറകെ വരാനുള്ളൊരു ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. NSSന് പല വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്, കോളേജുകളുണ്ട്, ഭൂമിയുണ്ട്, കോളേജുകളിലെ അധ്യാപക നിയമനങ്ങളുണ്ട്. ഇത്തരം സംഗതികളൊക്കെ ഒരു പ്രശ്നമായിട്ട് NSS പക്ഷേ ഇതിനെ ഒന്ന് നേരിടാനുള്ള, ഇതിനെ ഒന്ന് മുഖാമുഖം ഞങ്ങൾ ഫേസ് ചെയ്യും എന്ന ഒരു ആത്മവിശ്വാസം NSSന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് നമ്മൾ കാണണം. അല്ലെങ്കിൽ 2014 മുതൽ 2026 വരെ ഈ 12 വർഷത്തിനിടയിൽ, മോഡി സർക്കാർ അധികാരത്തിൽ നിലനിന്ന ഈ 12 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും NSS പൂർണ്ണമായും ബഡ്ജ് ചെയ്യേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നത് NSSനെ കുറിച്ച് നമ്മൾ ഈ വിവാദങ്ങളെ മുൻനിർത്തി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ NSS അതിന് അങ്ങനെ ബഡ്ജ് ചെയ്തില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. എന്തായാലും വരും ദിവസങ്ങളിലും NSS ജനറൽ സെക്രട്ടറിയുടെയും പെരുന്നയുടെയും നിലപാടുകൾ, പെരുന്ന എന്ന് പറയുമ്പോൾ NSSൻ്റെ ആസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ്, അതിൻ്റെ നിലപാടുകൾ ചർച്ചയ്ക്ക് വഴി തുറന്നേക്കും. പ്രത്യേകിച്ച്
കേരളത്തിൽ നിന്നുള്ള എം പിയും കേന്ദ്രമന്ത്രിയുമായിരിക്കുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം അമ്മ ശുദ്ധീകരിക്കട്ടെ, അതിനുശേഷം പെരുന്നയിലേക്ക് വന്നാൽ മതി എന്നൊക്കെ സുകുമാരൻ നായർ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി നൽകാൻ തയ്യാറാകുമോ എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.